ബഹുമാനപ്പെട്ട തങ്ങളും ഞാനും ബഹ്റൈനിലേക്ക് ഒരു KCF-ന്റെ പരിപാടിക്ക് പോയി. KCF-ന്റെ പരിപാടി അപ്പോൾ വേറെ ഉണ്ടോ? അങ്ങനെ മഗ്‌രിബിന്റെ ശേഷം ആ പരിപാടിക്ക് പോകുന്നു. ഒരു വടകരക്കാരൻ എന്ന് തോന്നുന്നു, നാദാപുരമോ വടകരയോ അകത്തുള്ളവരാണ്. അയാൾ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. അങ്ങനെ ബഹ്റൈനിൽ പോയിട്ട് ബഹ്റൈൻ ഇതിപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാ. ഞാൻ പറയുന്നത് അനുഭവത്തിലാണ്. ഞാൻ ആരെ കേട്ട കറാമത്ത് പറയാൻ എനിക്ക് പേടിയാണ്. നാളെ ഒരു മറ്റു കേട്ടങ്ക ഈരുടെ വെളുത്തങ്കടിയിലാടെ ഒരു കറാമത്ത് പറഞ്ഞാൽ പിറ്റേന്ന് മതി കേട്ടല്ല നിങ്ങൾ അത് തെളിയിക്കണമെന്ന്. കാരണം തെളിയിക്കുന്നായിരുന്നു ഞാൻ കണ്ട് എനിക്ക് പറയാം. എന്നാൽ ഏത് ശൈത്താനോ ജിന്നോ ഇൻസോ ആര് വന്നാലും ഞാൻ പറയും. അത്രയും ഉറപ്പുള്ളതേ പറയുള്ളൂ. ഞങ്ങൾക്ക് അതിൻ്റെ പേരിലൊന്നും കിട്ടാനൊന്നുമില്ല. അവർ പൊരുത്തവും കുരുത്തവും അല്ലാണ്ട് വേറെന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയോ ക്യാഷിന് വേണ്ടിയിട്ടോ കള്ളക്കറാമത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലാഹു റബ്ബ് കണക്കാക്കി തന്ന റിസ്ക് തന്നുകൊണ്ടേയുണ്ട്. അത് കഴിയുമ്പോൾ അല്ലാഹു തആല റബ്ബ് നമ്മളെല്ലാവരും ഈമാനോട് കൂടി സലാമത്താക്കി തരട്ടെ. അതിൽ പേടിക്കാനൊന്നുമില്ല. നമുക്ക് കറാമത്ത് പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞിട്ട് ഭക്ഷണം തേടുന്ന പരിപാടിയില്ല. കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. ഇരിക്കട്ടെ. ഞങ്ങളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് അതേ വീട്ടുകാരനായ ഉപ്പ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഈ മോന് സംസാരിക്കുന്നില്ല. ഒന്ന് തങ്ങളോട് നിങ്ങൾ പറയണം. ആയിക്കോട്ടെ. ഇങ്ങനെ ഞാൻ തങ്ങളെടുത്ത് കുട്ടീനെ എൻ്റെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചു. എന്ത് ഈ കുട്ടി സംസാരിക്കുന്നില്ല, നിങ്ങളെ വിഷയം പറയുന്നില്ല, സംസാര ശക്തി ഇല്ല പോലും. 4 വയസ്സായി. മൂപ്പർക്കെല്ലാം അങ്ങനെ തന്നെ ഒരു തമാശ. സംസാരിച്ചിട്ട് ഇപ്പം ഞാനൊന്നും നിങ്ങളും സംസാരിപ്പിക്കുന്ന ആരി അല്ലാഹ്. അത് ടൈം ആകുമ്പോൾ അല്ല സംസാരിപ്പിക്കും. ടൈം ആയിട്ടില്ല. അയാളോട് പറയും ടൈം ആയിട്ടില്ല. അയാൾ എന്താകും? എത്ര ആഫാരിൽ ചോറെല്ലാം കൊടുത്തിട്ട് അയാൾ തങ്ങളെ വെക്കുന്ന ഒരു ബാക്ക് കിട്ടാൻ വേണ്ടി സംസാരിക്കും. അല്ലെങ്കിൽ കുറച്ച് കാക്കി എന്തെങ്കിലും കിട്ടും എന്നിട്ടാണ് കാക്കുന്നത്. അങ്ങനെയല്ല എൻ്റെ സ്വഭാവം. അപ്പം ഞാൻ പറയും തങ്ങൾ അത് പറയാൻ കഴിയില്ല. പിന്നെ ഏത് പറയും? പിന്നെ എന്തിനാ പറയുന്നത്? നിങ്ങൾ തങ്ങ സംസാരിപ്പിക്കുന്ന അല്ലെങ്കിൽ കേസിനോട് സംസാരിപ്പിക്കുന്ന എന്തിനാ നിങ്ങൾ പറയും? ഇതന്നെ, വേറെ മാറ്റി പറയാനൊന്നുമില്ല. ടൈം ആകുമ്പോൾ സംസാരിക്കും. ടൈം ആയിട്ടില്ല. ടൈം ആയില്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആട്ടേയും അള്ള കണക്കാക്കിയ ടൈമൊന്നും ഒരു അപ്പുറം പോലെ ഇപ്പുറം പോകില്ല. അതിന് മുമ്പ് ആരെ കൊണ്ട് സംസാരിപ്പിക്കാനും കഴിയില്ല. നിങ്ങൾ പറഞ്ഞോളി സമയമായിട്ടില്ല, സമയമാകുമ്പോൾ സംസാരിക്കും. ഞാൻ അയാളോട് കുറച്ച് നന്നാക്കിയിട്ട് പറഞ്ഞു, തങ്ങ പറഞ്ഞിനി ഇൻഷാ അല്ലാഹ് സംസാരിക്കും, കണക്കാക്കിയൊരു സമയമല്ലോ ഇങ്ങനെ കുറച്ച് അതിൻ്റെ ഒരു മട്ടാക്കിയിട്ട് കൊടുത്ത് ബേജാറാക്കി അയാൾ. അപ്പോൾ തങ്ങം ഇപ്പം അങ്ങനൊന്നും തങ്ങ പറയലില്ല. നിങ്ങളും ദ്വാരക്ക് ഞാനും ദ്വാരക്കാന്ന് പറഞ്ഞു. നിങ്ങളെ കുട്ടീൻ്റെ സംസാരത്തിന് നിങ്ങളെ ദ്വായാണ് ഏറ്റവും നല്ലത്. ഞാൻ വന്നിട്ട് ഇന്ന് പോയെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല, കുട്ടീനെ അറിയില്ല. നിങ്ങൾ നല്ലോണം ദ്വാരക്ക്, ഞാനും ദ്വാരക്ക്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പരിപാടിക്ക് പോയി. സുബ്ഹാനല്ലാഹ്. പരിപാടിക്ക് പോയി സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്വാഗതം പറയും, KCF-ൻ്റെ ഒരാൾ. അപ്പോൾ ഈ കുട്ടീനെ കൊണ്ട് ഇയാൾ സ്റ്റേജിലേക്ക് വരും. അല്ലാഹു സാക്ഷി, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, ആ കുട്ടിനും കൊണ്ട് വന്നിട്ട് അയാൾ കരയുന്നു. അയാൾക്കെന്തോ പറയണം. ആളിങ്ങനെ പൊട്ടുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സംഭവിച്ചോ. എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു, ഉസ്താദേ എൻ്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി. ഞാനും വല്ലാത്ത നിരക്ക് ഞാനും ഞെട്ടിപ്പോയി. ഉസ്താദ് എൻ്റെ മോനിക്ക് സലാം പറയും. ഞാൻ പറഞ്ഞു അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാ കുട്ടി സലാം മടക്കി. കുട്ടീൻ്റെ പേര് ചോദിച്ചു. കുട്ടിയുടെ പേര് പറഞ്ഞു. അയാൾ അത് കേട്ടിട്ട് അവിടെ ഇരുന്ന് കരയാണ്. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെടുത്ത് മെല്ലെ ഇപ്പുറം ഒന്നിച്ചിട്ടിരിക്കുകയാണ്. മൂപ്പര് മുമ്പിൽ സീറ്റ്. അങ്ങനത്തെ പരിപാടി തന്നെ ഇല്ല. ഒന്നിച്ചിട്ടിരിക്കും. ഞാൻ മെല്ലെ പറഞ്ഞു തങ്ങളോട്, നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച ആ വീട്ടിലെ കുട്ടി സംസാരിച്ചു. ഞാൻ ആ കുട്ടിക്ക് സലാം പറഞ്ഞു, സലാം മടക്കി.
തങ്ങളൊന്ന് ആ കുട്ടിയോട് സംസാരിച്ചിരിക്കും. അപ്പോൾ പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം സംസാരിച്ചില്ലേ? ആ. അപ്പോൾ തങ്ങൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പോയിക്കോ മോനെ എന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, കേസീറോട്, ഇതിൽ എനിക്കും നിങ്ങൾക്കും ഒന്നും ഇല്ല. അതാണ് മഹത്തുക്കള്, അതാണ് മഹാന്മാർ. എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നുമില്ല. ഇതൊന്നിന്റെ ആള് ഞാനും നിങ്ങളുമല്ല, അള്ളാഹുവാണ്. അള്ളാഹു കണക്കാക്കിയ സമയത്ത് അള്ളാഹു തആല ആ കുട്ടിക്ക് സംസാര ശക്തി കൊടുത്തു. എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നും അവകാശപ്പെടാനില്ല, എൻ്റെതും നിങ്ങളതൊന്നും ഇതിലില്ല. അങ്ങനെ തന്നെ പിന്നെയും പറയും. നോക്കൂ നിങ്ങൾ, ഇത് ഞാൻ പറഞ്ഞിട്ട് അല്പസമയം കൊണ്ട് നടന്നില്ലേ? അല്ല, ഞാൻ ഇടപെട്ടപ്പോൾ നടന്നില്ലേ? ഇങ്ങനത്തെ എത്ര എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്. എനിക്ക് ഇത് നമുക്കൊന്നുമില്ല. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സീരിയസായ കേസുകൾ. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ നിന്ന് ഐസിയുവിൽ നിന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരെ എന്നെ വിളിച്ചു, ഞാൻ തങ്ങൾക്ക് വിളിക്കും. ഒരുപാട് ആളുകൾ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, ഇങ്ങനെ ഏത് സമയത്തും നമുക്ക് വിളിക്കാനും ബന്ധപ്പെടാനും പറയാനും നേരത്തെ VS ഉസ്താദ് പറഞ്ഞില്ലേ? കാണാൻ കൊണ്ട് തങ്ങളെ അങ്ങോട്ട് വരണ്ട, ഞാൻ ഇന്ന് കാസർഗോഡ് വരുന്നുണ്ട്, നീ അവിടെ പെർളത്ത് നിന്നോ, നീ ബജിടുക്കത്ത് നിന്നോ, നീ ചെർക്കളത്ത് നിന്നോ, നീ ദേവിന്ദയിൽ നിന്നോ, ഞാൻ മുട്ടത്ത് മഖ്ദൂമിയയിൽ വരുന്നുണ്ട്, നീ ആടെ ശരിയായി ആലത്തിന്റെ അടുത്ത് നിന്നോ, അല്ലെങ്കിൽ മുട്ടത്ത് തിരുന്നെടുത്ത് ബന്ദിയോട് ജംഗ്ഷനിൽ നിന്നോ, ഞാൻ മുട്ടത്ത് മഖ്ദൂമിയയിൽ വരുന്നുണ്ട്, അവിടെ ഞാൻ റൂമിലുണ്ടാകും, എന്നിട്ട് അസനിക്ക് ഫോണാക്കിയിട്ട് ചോദിച്ചിട്ട് വന്നാൽ മതി. ഇങ്ങനത്തെ വലക്ക പൊണ്ണാക്കേണ്ട സംസാരമില്ല. നീ ബന്ദിയോട് നിന്നോ, നീ മള്ളങ്കയിൽ നിന്നോ, അവിടെ നിൽക്കും ഒരാൾ, വേറെ ഇന്ന് നിൽക്കുന്ന കൂറത്തങ്ങൾ ഈ വൈക്ക് വരുന്നത്, അപ്പൊ ഞാൻ നിൽക്കട്ടെ. അങ്ങനെ നോക്കുമ്പോ ആടെ 10-25 ആള്. എന്തേ എൻ്റെ ഈ കുട്ടി കഴിഞ്ഞില്ല? യാസീൻ ഓതി. ഞാൻ മനസ്സിലാക്കുന്നത്, അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ വഫാത്തായതിനു ശേഷം ബദരീങ്ങൾക്ക് കിട്ടുന്ന ആയിരക്കണക്ക് ലക്ഷക്കണക്കിൽ യാസീൻ, അങ്ങനെ ഒരു യാസീൻ ബദരീങ്ങളെ പേരിൽ ഓദിക്കുന്ന ഒരു തങ്ങളും മൊയിലാരിയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് മുമ്പ് കണ്ടിട്ടു. എനിക്ക് യാസീൻ ഇങ്ങനെയുണ്ട്. അതിങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, സലാം ഉസ്താദ്, മാവു സംസം അലിമാശുരി വരുന്ന സൂറത്ത് യാസീൻ എന്ന ആ ഹദീസ് പിന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ രണ്ട് നിർത്തി നോക്കുമ്പോൾ തങ്ങൾക്കൊരു നേരത്തെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിനി എല്ലാത്തിനും യാസീന് പറ്റുമെന്ന്. ഒരാള് പിന്നെ ആസ്പത്രി ഇങ്ങനെ ഭാര്യനെ പ്രസവിക്കും കൊണ്ട് തങ്ങളെ വിളിച്ചു പോയി. തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പോലെ ഇങ്ങനെ കാണും സംഭവം പ്രസവിക്കും. അപ്പോൾ പറഞ്ഞു പോലും പിന്നെ ബദരീങ്ങളെ പേരിൽ 40 യാസീൻ ഒഴിക്കോ. പ്രസവം ഇപ്പോൾ നടക്കേണ്ടത് നിങ്ങൾക്ക് തലക്കൊയില്ല. അപ്പോൾ ഈ മനുഷ്യന്മാർ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരില്ലേ, അവർ അല്ല തങ്ങളെ എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കേണ്ടത് 40 കഴിഞ്ഞിട്ടല്ല, ഞങ്ങളെ 40 കഴിഞ്ഞിട്ടല്ല ഇപ്പോൾ പ്രസവിക്കേണ്ടത്. അങ്ങനെയാ? എന്നാ പിന്നെ നീ സൗകര്യം പോലെ നിന്റെ സൗകര്യം പോലെ പ്രസവിച്ച് കിട്ടും. അല്ല തങ്ങളെ നീ പ്രസവം എപ്പോൾ കണക്ക് അത് നടന്നോട്ടെ, 40 കാലം ബദരീങ്ങളെ പേരിൽ യാസീനോട് ഹദിയ ചെയ്തോ. അങ്ങനെ പറഞ്ഞു ഒരു യാസീൻ ഓരുമ്പോൾ തന്നെ പ്രസവം നടന്നു. പക്ഷെ യാസീനും ബദരീങ്ങളെ പേര് 40 തന്നെ നീ ഒരു തീർക്കണം. ഇങ്ങനെ മഹാന്മാരായ ബദരീകളെ വല്ലാത്ത പിടുത്തം പിടിച്ച ഈ യാസീൻ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ യഥാർത്ഥ അതിന്റെ ഫലം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങൾ ആരോട് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഒരു പെണ്ണുങ്ങളെ വിളിച്ച് പറയുന്നു, പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി എൻ്റെ മോളെ കൊണ്ടുപോയി ഉസ്താദേ 24 മണിക്കൂർ പ്രസവിക്കാൻ ഇല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നു കിടാവിൻ്റെ തല താഴത്തേക്ക് വന്നിട്ടില്ല, കാല് വന്നിനി. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അറിയില്ല മസാല, പെണ്ണുങ്ങൾക്ക് ചോദിച്ചെങ്കിൽ അറിയത്തില്ല. പ്രസവിക്കാനാകുമ്പോൾ തല താഴത്തേക്ക് വരണം. നിങ്ങൾക്ക് വേറെ അതിൻ്റെ മസാല നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ പ്രസവിച്ചാന്ന് ചോദിക്കും. ഞാൻ പ്രസവിച്ചിട്ടല്ല, ഞാനത് കേട്ടിട്ട് പഠിച്ചിട്ട് അങ്ങനെ. അപ്പോൾ കാല് താഴത്തേക്ക് വന്നെങ്കിൽ പ്രസവിക്കാൻ കഴിയില്ല, തല വരണം. അപ്പോൾ ഡോക്ടർമാർ പറയുന്ന പോലെ അങ്ങനെ പ്രസവിക്കുന്നത് തല താഴത്തേക്ക് വരുന്നില്ല, കാലെന്നെ വരുന്നത്. അപ്പോൾ ഞാൻ തങ്ങളിനെ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ പറഞ്ഞു തല താഴത്തേക്ക് വരുന്നില്ലേ? ചിരിച്ചിട്ട്
JCB കൊടുത്തിട്ട് തേത്തക്കാക്ക്. എന്ത് അപ്പോൾ ഞാൻ തങ്ങളെ ഇത് ഞാൻ അവരോട് പറഞ്ഞ് എന്നെ തച്ചിട്ട് പാക്കി കുറേ ചിരിച്ചിട്ട് പറഞ്ഞ് ആ ഉമ്മാൻ്റെ പള്ളിയിലുള്ള കിട എൻ്റെ തലനെ ഞാനെന്ന് ഉണ്ടാക്കട്ടെ. അല്ല നിങ്ങൊരു മൊയിലാറല്ല, നിങ്ങൾ KC റോഡ് സ്ഥലത്തല്ല, നിങ്ങൊരു മൊയിലാറല്ലേ. ഈടെ എവിടെയെങ്കിലും കൂറത്ത അല്ലെങ്കിൽ KC റോഡിലുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ആക്കിറായി രാത്രി ആക്കിറായി. ഇത് ഉമ്മാൻ്റെ പള്ളിയിലുള്ള പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്കട്ടെ, തലനെ മീത്തക്കല്ല ആക്കട്ടെ. ഈ ഉള്ളിലുള്ള തലനെ ഞാനൊന്നും ഉണ്ടാക്കേണ്ട കാലം പിടിച്ചിട്ട് അല്ല തങ്ങളെ നിങ്ങൾ ഒന്ന് പറഞ്ഞിരി. എന്നിട്ട് പറയണ്ടേ? എന്നിട്ട് യാറപ്പ് തങ്ങൾക്ക് പറയാൻ അറിയും, ഞാൻ പറയണ്ട. അല്ല എന്ത് പറയണ്ടേ? അല്ല നിങ്ങൾ അത് കുറച്ച് കഴിയുമ്പോൾ പ്രസവിക്കുന്നില്ലെങ്കിൽ ഒരു സമാധാനം പറഞ്ഞിട്ടെങ്കിൽ ഞാൻ അത് ഓരോട് പറയാം. അല്ല നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പ്രസവിക്കില്ല, ആ സമയത്ത് പ്രസംഗിച്ചില്ലെങ്കിൽ നിങ്ങളും പോയി, ഞാൻ രണ്ടാളും പോയി, രണ്ടാളും പോയി. നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ എന്ത് പറയണം തങ്ങളെ? ടൈമായിട്ടാന്ന് പറയും. നോക്കണേ, അല്ലാഹുവിൻ്റെ ഖുർആൻ ലികുല്ലിൻ അജൽ, എല്ലാത്തിനും സമയമുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു. നമ്മ മൊയിലാറൊക്കെ ശരി തന്നെ, സുന്നത്ത് ജമാഅത്ത് 110 ശരി തന്നെ, ജമാഅത്തേക്ക് എത്തുന്നില്ല. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു എല്ലാത്തിനും അജൽ ഉണ്ട്. അജൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡും ഉമ്മന്റെ പള്ളിയിൽ നിൽക്കാൻ ഒരു കുട്ടി കഴിയില്ല. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ശൈഅ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നോട് പറയും തങ്ങൾ ടൈമില്ലേ സയ്യിദ് KC റോഡ്? നിങ്ങൾ പറയും അവരോട് ടൈമായിട്ടില്ല. ടൈം ആകുമ്പോൾ കാല് മീതെ പോയിട്ട് തല താഴെ വന്ന് പ്രസവം നടക്കും. അത് പറഞ്ഞോളി. അൽഹംദുലില്ലാ എനിക്ക് ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു അത് തല താഴോട്ട് വരാനും കാല് മീതാകാനുള്ള സമയമായിട്ടില്ല. ഞാൻ കുറച്ച് ഉഷാറാക്കി. നമുക്ക് കിട്ടിയ കുറച്ച് ഉഷാറാക്കുമല്ലോ, ഒരു ഭംഗിയാക്കുമല്ലോ. കുറച്ചെല്ലാം കൂട്ടിയിട്ട് പറഞ്ഞ് അത് ആയിട്ടില്ല, അതിൻ്റെ താഴത്തേക്ക് വരും. അങ്ങനെ കാല് മീതൊക്കെ പോയിട്ട് ആ സമയമാകുമ്പോൾ തല താഴത്തേക്ക് വന്നിട്ട് പ്രസവിക്കും. നോക്കി. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അത് എന്താണ്? ഈ സാധാരണക്കാരുടെ മുണ്ടാത്തോടൊക്കെ കുടിക്കണ്ടേ നമ്മ. അപ്പം എൻ്റെ ചോദിക്കുന്നത് അത് എത്ര ടൈമിൽ വരും ഉസ്താദ്? എന്താ ഞാൻ കുടുങ്ങിയില്ലേ? ടൈം ചോദിക്കുന്നത് നിന്നോട്. ഞാനിപ്പോൾ ഇങ്ങനെ മണിക്കൂർ 12 മണിക്കൂർ ഞാൻ എന്നിട്ട് പറയണ്ടേ? ഞാൻ ആ കൈരക്കാൾ കിടക്കാറ് ഞാൻ അല്ല ഉസ്താദ് എത്ര ടൈമിൽ നിന്ന് ഡോക്ടർ ചോദിക്കുന്നു. ഡോക്ടർമാർ ചോദിക്കും ഓർക്കിനെ മുറിക്കണോ, എത്ര ടൈം പറയണോ ഉസ്താദ്? തങ്ങളെ വിളിക്കാൻ ഇടക്ക് പേടി. എത്ര ടൈമെന്ന് ചോദിക്കുന്നിട്ട് ഞാൻ തങ്ങളെ വിളിച്ച് കേട്ടാൽ എനിക്ക് പറച്ചൽ കിട്ടും അങ്ങനെ. അപ്പോൾ മഗ്‌രിബിൻ്റെ ശേഷമാണ് ചോദിക്കുന്നത്. ഒരു 6, അപ്പോൾ ഒരു 6:30 മണിക്ക് എന്തോ മഗ്‌രിബ്. അപ്പോൾ പിന്നെന്താ എന്ത് പറയണമെന്ന് വൃത്തിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഇശാ വരെ കാക്കി പറഞ്ഞ് ഇശാ വരെ കാക്കി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇശ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ ആക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നത് അതും ഞാൻ പറയണം. ടൈമും ഞാൻ പറയണം, ഒപ്പിട്ട് കൊടുക്കാൻ സമ്മതം കൊടുക്കാം. പറഞ്ഞ അതിപ്പോൾ നിങ്ങൾ യശാമ്പക്ക് പ്രസവിച്ചിട്ടില്ലെങ്കിലല്ലേ? തങ്ങ പറഞ്ഞല്ലോ ടൈമാവും പ്രസവിക്കുന്നു. ഇപ്പോൾ യശാക്കിന് 1.5 മണിക്കൂർ ഉണ്ടല്ലോ. നിങ്ങൾ അത് ചോദിക്കാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒപ്പിട്ട് വിടുകയാണ് തിരക്ക്, കുട്ടി പ്രസവിക്കാണ് തിരക്ക്. കുറച്ച് ജോറാക്കി പേടിപ്പിച്ച് ഇത് വേറെ നിവൃത്തിയില്ല. ഞാൻ കുടുങ്ങുന്നതിൻ്റെ ഉള്ളിൽ എടുത്ത പണിയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾ ആ പറഞ്ഞതനുസരിച്ച് കണക്കാക്കിയ സമയം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് അവർ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു സുഖപ്രസവം. ഉടനെ തങ്ങളെ ഞാൻ വിളിച്ചു. തങ്ങ ഫോണോട് ചോദിച്ച് പ്രസവിച്ചെന്ന് പറയാനായിട്ടുണ്ടാവും അല്ലേ? അതിന് തങ്ങൾക്കും എല്ലാവർക്കും ഒരു ഹക്കുമില്ല. അതല്ല അള്ളാഹിൻ്റെ ടൈം, അള്ളാഹിൻ്റെ കണക്കാക്കിയ ടൈമിന് പ്രസവിച്ചാണ്. തങ്ങളും അതിൽ ഹക്കില്ല, നിങ്ങൾക്ക് മൊയിലാർക്കും ഹക്കില്ല. നമ്മൾ രണ്ടാൾക്കും അതിൽ ഒരു ഹക്കുമില്ല. പലപ്പോഴും രാത്രി 9:30 മണിയാകുമ്പോൾ പെട്ടെന്ന് വിളിക്കും. അപ്പോൾ ചോദിക്കും KC റോഡ് അങ്ങനെ വിളിക്കാം. KC റോഡ് സമയമുണ്ടല്ലോ. ഉണ്ട് തങ്ങളെ, ഞാൻ പെട്ടെന്ന് നിർത്തൂല, കുറച്ച് സംസാരിക്കാനുണ്ട്. അതിൽ കുറേ കാര്യങ്ങളും തമാശകളും പറയും. ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ സംസാരിക്കും. വളരെ വിഷയങ്ങൾ പറയും. ബഹുമാനപ്പെട്ടവരും
ഉള്ളാളത്ത് പോയാൽ, റൂമിൽ പോയാൽ എന്നോട് പറയും, ആ പുറത്ത് നിൽക്കുന്ന ആളോടൊക്കെ അപ്പുറം നിൽക്കാൻ പറ. നിങ്ങൾ പെട്ടെന്ന് പോകണ്ട, എനിക്കല്പം ബേജാറുകളൊക്കെ ഉണ്ട്. ഇന്ന് രാവിലെ മുതൽ ആരും ഇവിടെ കയറ്റിയിട്ടില്ല. ആ ബേജാറുകളൊക്കെ എൻ്റെ മനസ്സൊന്ന് പോകണം. അതിന് കുറച്ച് നേരം നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഈ പ്രായമുള്ള, വയസ്സുള്ള, ക്ഷീണമുള്ള ആളുകളോട് നമ്മൾ പെരുമാറുമ്പോൾ അവർക്ക് സന്തോഷകരമാകുന്ന കാര്യങ്ങൾ പറയണം. അത് മനസ്സിലാക്കി ഞാൻ പിന്നെ തങ്ങളിൽ നിന്നും താജിലും അങ്ങനൊന്നും വിളിക്കാൻ നമുക്ക് കഴിയില്ല. ഓറ് എന്നാ പറയാം. അപ്പോൾ ഓറ് അന്ന് ഓമശ്ശേരിയിൽ പ്രസംഗിച്ചത്, ഓറ് അന്ന് പിന്നെ മലപ്പുറത്ത് പ്രസംഗിച്ചത്, ഇങ്ങനെ അവിടെ ആ പറഞ്ഞ പോലെ ആയിനി, ഇവിടെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ആയിനി. ഓർക്ക് അങ്ങനെ ഓറ് വന്നിട്ടുണ്ട, ഓറ് പ്രസംഗിച്ചിട്ടുണ്ടാന്ന് കുറേ ആൾക്ക് പേടിയാണ്. ഇങ്ങനൊക്കെ അപ്പോൾ നിങ്ങളതൊക്കെ കേട്ട് പഠിച്ചല്ലേ? അത് ശരി, നിങ്ങൾക്കതെല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ വളരെ ഫ്രീ ആയി, സന്തോഷം. കരീമേ ഇനിയും കുറച്ച് ഇയാൾ പറയട്ടടാ. അപ്പോൾ എൻ്റെ മനസ്സൊക്കെ ഒന്ന് ശരിയാട്ടെ, നീ നല്ല ചായയും കടിയും കൊണ്ടാകും. അപ്പോൾ കരീം ഖാദിം പോയിട്ട് നല്ല ചായയും ഓറ് കുടിച്ചിട്ട് പിന്നെ അത് അഗതിയും. അള്ളാഹു ആ മുഖം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ കാണാൻ അള്ളാഹു നമ്മളൊക്കെ അർഹരാക്കി തരട്ടെ. അങ്ങനെ ഒരാൾ ഞങ്ങൾക്കതിന് മുമ്പും ഇല്ല, അതിന് ശേഷവും ഇല്ല. മഹാനായ നൂറുൽ ഉലമ എം.എ. ഉസ്താദ് അള്ളാഹു ദറജ ഉയർത്തി കൊടുക്കട്ടെ. പലപ്പോഴും സൈദിയിൽ പോയപ്പോൾ എന്നോട് പറയും, നീ ഉള്ളാളത്തോറ് പറഞ്ഞ പോലെയല്ലേ ഉള്ളൂ, ഉള്ളാളത്തോറ് പറഞ്ഞ പോലെ തന്നെ ആയിക്കോ, ഉള്ളാളത്തോറ് പറഞ്ഞ പോലെ തന്നെ ആയിക്കോപ്പാ. ഞാൻ നിന്നോട് സൈദിയൊക്കെ വരാൻ പറയുമ്പോൾ നീ എപ്പോഴും കാണിക്കുന്ന ഉള്ളാളത്തോറല്ലേ, എന്നാൽ ഉള്ളാളത്തോറ് പറഞ്ഞ പോലെ തന്നെ ആയിക്കോ. എനിക്ക് നീ എന്നെ പറ്റി വേറും തോറോട് പറഞ്ഞേക്കണ്ട, എനിക്കിടെ വന്ന് എന്നോട് ദേഷ്യം പിടിക്കുന്നു. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ വലിയ ബന്ധം. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട തങ്ങൾ പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, അസ്ഹാബുൽ കഹ്ഫിന്റെ ഔലിയാക്കളെ കൂടെ ഒരു നായ. വിശുദ്ധ ഖുർആൻ ആ വിഷയത്തെപ്പറ്റി പഠിപ്പിച്ചോ നമുക്ക് ശൈലി തന്നെ വസാമിനുഹും എന്നാണ്. മുതഅല്ലിമീങ്ങൾക്കറിയാം, സാമിനുഹും അവരിൽ എട്ടാമത്തേതായിട്ടാ കുട്ടികൾ. വസാമിനുഹും കൽബുഹും, 7 അസ്ഹാബുൽ കഹ്ഫും വസാമിനുഹും എന്ന് പറഞ്ഞു, അവരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി പറഞ്ഞു. സുബ്ഹാനല്ലാഹ് എന്ന് പറയുമ്പോൾ താജുൽ ഉലമയുടെയും ഖുർദു സാദാത്തിൻ്റെയും നൂറുൽ ഉലമയുടെയും കൂടെ പറയാൻ പറ്റിയവരൊന്നും അല്ല നമ്മൾ. അത് 100% ബോധ്യമുണ്ട്. പക്ഷേ ആ ഒരു നായയുടെ സംഭവം നമ്മളെ സമാധാനിപ്പിക്കുന്നു. മഹാന്മാരെ കൂടെ നിന്നാൽ അല്ലാഹു നമ്മളെ പരാജയപ്പെടുത്തുകയില്ല. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാം, വലിയ മഹത്തുക്കളെ ഒന്നിനും അർഹതയില്ലാത്ത വളരെ പാവപ്പെട്ടവർ സ്നേഹിച്ചാലും അവരെ കൂടെ ഇവരെ ഒരുമിച്ച് കൂടാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. വലിയ മഹത്തുക്കൾ അവരെ സ്നേഹിച്ചു, അവരെ മനസ്സിൽ കൊണ്ടു നടന്നു. അങ്ങനെ വന്നാൽ ആ വലിയ മഹത്തുക്കളെ കൂടെ ഈ ഒന്നിനും അർഹതയില്ലാത്തവർക്ക് എത്താൻ, അവരെ കൂടെ എത്താൻ കഴിയോ എന്ന് ചോദിച്ചപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഹുമുൽ ഖൗം ലാ യഷ്ഖാ ജലീസുഹും. അവർ വലിയ മഹത്തുക്കളാണ്, അവരെ കൂടെ നിന്നവർ ഒന്നും തന്നെ പരാജയപ്പെട്ടു പോകുകയില്ല. അതാണ് ഈ മഖ്ദൂമിയുടെയും മുഹബ്ബീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളായ നമുക്ക് പ്രതീക്ഷയുള്ളത്. താജുൽ ഉലമയും ഖുർറത്തുൽ സദാദ് തങ്ങളെയും മഹാനായ സയ്യിദ് ത്വാഹിറുൽ ഹഖ് തങ്ങൾ, സയ്യിദ് ഉമർ അൽ ഫാറൂഖ് അൽ ബുഖാരി തങ്ങൾ, മഹാനായ നൂറുൽ ഉലമ ഉസ്താദ്, അങ്ങനെ വരുന്ന നമ്മുടെ വലിയ വലിയ മശായിഖന്മാർ, സാദാത്തുക്കൾ, അവർ നമ്മളെല്ലാം കൊണ്ടു നടക്കുന്നു. ഒരിക്കൽ താജുൽ ഉലമ പറഞ്ഞു, എനിക്ക് ഇൽമ് കിട്ടിയതും എൻ്റെ ഉയർച്ചയ്ക്ക് കാരണം എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ഷെയ്ഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതാറുണ്ട്. ആ ഫാത്തിഹ മുഈദ്ദീൻ ഷെയ്ഖിന്റെ പേരിലുള്ള ഫാത്തിഹയാണ്
എന്നെ ഈ സ്ഥാനത്തേക്ക് ജനങ്ങളോട് പറയാണ്. അല്ലേ? എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അന്നും ഓതാറുണ്ട്, ഇന്നും ഓതാറുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥം? മഹാന്മാരുടെ കൂടെ നിൽക്കുക. ഇതാണിപ്പോൾ മഖ്ദൂമിയിൽ ചെയ്യുന്നത്. ഇല്ലേ? ഈ സ്ഥാപനത്തിന്റെ വളർച്ചയും ഉയർച്ചയും കാണാനും ചിന്തിക്കാനും കഴിയാത്ത ആളുകൾ ഉണ്ട്. അല്ലാഹു അവർക്കൊക്കെയും ഹിദായത്തും നല്ല ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പക്ഷേ ആരെന്ത് പറഞ്ഞാലും എതിർത്താലും എന്ത് വലകെട്ടിയാലും എന്ത് ഉണ്ടാക്കിയാലും ഇതിനെ ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തപ്പോൾ എത്തി. മനസ്സിലായില്ല? ഏറ്റെടുക്കേണ്ടവർ ഏറ്റെടുത്തപ്പോൾ എത്തേണ്ടടുത്ത് എത്തി. അത് തടയാൻ പറ്റുന്ന നിലക്കുള്ള ആളുകൾ അതിന്റെ മുമ്പിൽ വന്നിട്ടില്ല, ഇനി വരികയും ഇല്ല. അത് സാമ്പത്തിക ശേഷിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനങ്ങളോ അല്ലെങ്കിൽ വേറെങ്കിലും ഭൗതികമായ തമാടിത്തരങ്ങളോ റൗഡിത്തരങ്ങളോ എന്തും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തുക്കൾ മുഖേന ഒരു കാര്യം ഏറ്റെടുത്താൽ അതിനെ തടയാൻ കഴിയില്ല. അതാണ് ഖാജാ മുഈനുദ്ദീൻ ജിസ്ൽ അജ്മീരി ഖദ്ദസല്ലാഹു സർറഉൽ അജീർ അവരുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നു. അതാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഈ സ്ഥാപനത്തിന് സയ്യിദ് ഫളൽ കോയമ്മത്തങ്ങൾ, കൂറത്തങ്ങൾ, ഇവിടുത്തെ കാരും വരാൻ കഴിയില്ല, വരുന്ന വഴിയും തടയും, വന്ന കൊല്ലു എന്നൊക്കെ പറയുന്ന സന്ദർഭത്തിൽ കൊല്ലുന്നവര് കൊല്ലട്ടെ, തടയുന്നവർ തടയട്ടെ, ഞാൻ വരും, ആരും എന്നെ എവിടെയും കാത്തു നിൽക്കണ്ട, ബന്ദിയോട് നിൽക്കണ്ട, മുറ്റത്ത് നിൽക്കണ്ട, ബൊറോണ്ട കരയത്ത് നിൽക്കണ്ട, എന്നാരെയും കാക്കാൻ നിൽക്കണ്ട, എവിടെ നിൽക്കാൻ നിൽക്കണ്ട, ഞാൻ വരും. അല്ലേ? സുബ്ഹാനല്ലാഹ്. എന്നാലും അറിയുന്ന ഞങ്ങൾക്ക് മനസ്സിൽ ഏറ്റവും കൂടുതൽ ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാപനത്തിന്റെ എല്ലാമായ അഹ്സൻ, അതിന്റെ അന്നു മുതൽ തന്നെ വലിയ നേതൃത്വത്തിലുള്ള BS ഉസ്താദ് അടക്കം പലപ്പോഴും ഞങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ പല പൈസനിക്ക് വിളിച്ചതുണ്ട്. എന്താവും ഇങ്ങനെ ഒരു വാശിയും ഇത്രയും ഒരു തർക്കവും എതിർപ്പും ഉണ്ടാകുമ്പോൾ എങ്ങനെ പോകാൻ കഴിയും, മുന്നോട്ട് പോകും? അപ്പോ ബഹുമാനപ്പെട്ട ഇവരൊക്കെ പറയുന്നത്, ബഹുമാനപ്പെട്ട കൂറത്തെ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 1 ഇഞ്ച് ബാക്കിൽ പോയേക്കണ്ട, എടുത്ത കാല് മുമ്പിൽ തന്നെ വെച്ചോ, ഒക്കെ നടക്കും. അല്ല തങ്ങൾ ഞാൻ ഇപ്പൊ തന്നെ വരുന്നു, ഇപ്പൊ വരുന്ന വേണ്ടാന്ന് നിങ്ങൾ ആരും പറയും, ഞാൻ ഇപ്പോഴേ വരുന്നു, എല്ലാം ഉണ്ടാവട്ടെ. നമുക്ക് സ്വപ്നത്തിൽ കിനാവിൽ വരെ അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വലിയ ശക്തി, വലിയ ഹിമ്മത്ത്, വലിയ ആത്മധൈര്യം അല്ലാഹു കൊടുത്ത വലിയ നേതൃത്വമായിരുന്നു ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങൾ. അത്ര പെട്ടെന്ന് നമ്മളിടയിൽ നിന്ന് പിരിഞ്ഞു പോകുമെന്ന് നമ്മൾ ആരും കരുതിയില്ല. പിന്നീട് അന്ന് മുതൽ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഓറ് പോയാ ഉള്ള ആള് കൂറത്ത് തങ്ങ ഓറ് പോയാ, ഇനി നമുക്കാരി എന്ന് ചോദിക്കുന്നത് വളരെ വളരെ അങ്ങേയറ്റം പാവപ്പെട്ട സാധുക്കളാണ് ചോദിക്കുന്നത്. അത് മലയാളത്തിലും തുളു ഭാഷയിലും കന്നഡത്തിലും എല്ലാം വിളിച്ച് സംസാരിക്കുന്നു. അമുസ്ലിമികളായ സഹോദര സമുദായത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ വരെ വിളിച്ച് കരഞ്ഞിട്ട് ചോദിച്ചിരുന്നു, ഗുരുക്കളെ നമുക്കെനാരി. ഇങ്ങനെ മനുഷ്യന്മാര് ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കയറാനും ആ ജനങ്ങളെ മുഴുവനും ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ ബഹുമാനപ്പെട്ട തങ്ങളെ അനുസരിക്കുകയും പേടിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് അല്ലാഹു നൽകി.
ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിനിക്ക് ചില അടിമകൾ ഉണ്ട്, ആ അടിമകൾ ഒരു കാര്യം പറഞ്ഞാൽ അത് അല്ലാഹു അങ്ങനെ തന്നെ ഇവിടെ നടപ്പിലാക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. എത്ര സംഭവങ്ങൾ അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങളും ഞാനും ബഹ്റൈനിലേക്ക് ഒരു KCF പരിപാടിക്ക് പോയി. KCF പരിപാടി அவங்க വേറെയുണ്ടോ? അങ്ങനെ മഗ്‌രിബിന്റെ ശേഷം ആ പരിപാടിക്ക് പോകുന്നു. ഒരു വടകരക്കാരൻ എന്ന് തോന്നുന്നു, നാദാപുരമോ വടകരയോ അകത്തുള്ളവരാണ്. അയാൾ വീട്ടിൽ നിന്നാണ് ഭക്ഷണം. എവിടെ പോയാലും നിങ്ങൾ പറഞ്ഞില്ല വലിയ ആകാശഭൂമി ഒന്നും ആക്കലില്ല. എല്ലാവരും എന്ത് തങ്ങൾ അവിടെ കിടക്കും, തങ്ങൾ എല്ലാവരും കിടക്കും പോലെ കിടക്കും, അങ്ങനെ പറയാം. നിങ്ങളെല്ലാം കിടക്കുന്നവിടെ ഞങ്ങൾ ഈ റൂമിൽ, ഞാനും അത് റൂമിൽ. തങ്ങൾക്ക് നിന്റെ കഴിക്കാൻ, നിങ്ങളെല്ലാം നിന്റെ കഴിക്കുന്നേ അത് കൊടുത്തിട്ട് വെക്കി. അല്ല തങ്ങളെ എന്തെങ്കിലും പറയണോ? എന്ത് പറയുന്നേ? കുടിക്കുന്നുണ്ടെന്നാ? അല്ല വേണ്ടിയത് പറയണോ? നിങ്ങൾ കൊടുത്തിട്ട് വെച്ച് അപ്പം അറിയുന്നു വേണ്ടിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഭക്ഷണത്തിന് വന്നു. അങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങൾ ഒന്നിച്ചിട്ടുണ്ട് ഓരോ എന്തെല്ലാം തമാശ പറയും. ഒരിക്കലും ഒരു പെണ്ണുങ്ങളെ വിളിച്ച് പറയുന്നു, പ്രസവിക്കാൻ വേണ്ടി ആശുപത്രി എൻ്റെ മോളെ കൊണ്ടുപോയി ഉസ്താദേ 24 മണിക്കൂർ പ്രസവിക്കാൻ ഇല്ല. ഇപ്പോൾ നോക്കുമ്പോൾ ഡോക്ടർ പറയുന്നു കിടാവിൻ്റെ തല താഴത്തേക്ക് വന്നിട്ടില്ല, കാല് വന്നിനി. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് അറിയില്ല മസാല, പെണ്ണുങ്ങൾക്ക് ചോദിച്ചെങ്കിൽ അറിയത്തില്ല. പ്രസവിക്കാനാകുമ്പോൾ തല താഴത്തേക്ക് പറഞ്ഞോ, നിങ്ങൾക്ക് വേറെ അതിൻ്റെ മസാല നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ പ്രസവിച്ചാന്ന് ചോദിക്കും. ഞാൻ പ്രസവിച്ചിട്ടല്ല, ഞാനത് കേട്ടിട്ട് പഠിച്ചിട്ട് അങ്ങനെ. അപ്പോൾ കാല് താഴത്തേക്ക് വന്നെങ്കിൽ പ്രസവിക്കാൻ കഴിയില്ല, തല വരണം. അപ്പോൾ ഡോക്ടർമാർ പറയുന്ന പോലെ അങ്ങനെ പ്രസവിക്കുന്നത് തല താഴത്തേക്ക് വരുന്നില്ല, കാലെന്നെ വരുന്നത്. അപ്പോൾ ഞാൻ തങ്ങളിൽ വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ പറഞ്ഞു തല താഴത്തേക്ക് വരുന്നില്ലേ? ചിരിച്ചിട്ട് JCB കൊടുത്തിട്ട് താഴത്തേക്കാക്ക്. എന്ത് അപ്പോൾ ഞാൻ തങ്ങളെ ഇത് ഞാൻ അവരോട് പറഞ്ഞ് എന്നെ തച്ചിട്ട് പാക്കി കുറേ ചിരിച്ചിട്ട് പറഞ്ഞേ ആ ഉമ്മാൻ്റെ പള്ളിയിലുള്ള കിട എൻ്റെ തലനെ ഞാനെന്ന് ഉണ്ടാക്കട്ടെ. അല്ല നിങ്ങൊരു മൊയിലാറല്ലേ, നിങ്ങൾ KC റോഡ് അതല്ല, നിങ്ങൊരു മൊയിലാറല്ലേ. ഈടെയാണെങ്കിൽ കൂറത്ത അല്ലെങ്കിൽ KC റോഡിലുണ്ടെങ്കിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ആക്കിറായി. ഇത് ഉമ്മാൻ്റെ പള്ളിയിലുള്ള പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആക്കട്ടെ, തലനെ മീത്തക്കല്ല ആക്കട്ടെ. ഈ ഉള്ളിലുള്ള തലനെ ഞാനൊന്നും ഉണ്ടാക്കേണ്ട കാലം കുടിച്ചിട്ട്. അല്ല തങ്ങളെ നിങ്ങൾ ഒന്ന് പറഞ്ഞിരി എന്നിട്ട് പറയണ്ടേ? എന്നിട്ട് യാറബ്ബ് തങ്ങൾക്ക് പറയാൻ അറിയും, ഞാൻ പറയണ്ട. അല്ല എന്ത് പറയണ്ടേ? അല്ല നിങ്ങൾ അത് കുറച്ച് കഴിയുമ്പോൾ പ്രസവിക്കുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം പറഞ്ഞിട്ടെങ്കിൽ ഞാൻ അത് ഓരോട് പറയാം. അല്ല നിങ്ങൾ കുറച്ച് കഴിയും പ്രസവിക്കും, ഞാൻ ആ സമയത്ത് പ്രസവിച്ചില്ലെങ്കിൽ നിങ്ങളും പോയി, ഞാൻ രണ്ടാൾ പോയി. നിങ്ങൾ എന്താ അങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ എന്ത് പറയണം തങ്ങളെ? ടൈമായിട്ടില്ല എന്ന് പറയും. നോക്കണേ, അല്ലാഹുവിൻ്റെ ഖുർആൻ ലികുല്ലിൻ അജൽ, എല്ലാത്തിനും സമയമുണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഞമ്മ മൊയിലാറൊക്കെ ശരി തന്നെ, സുന്നത്ത് ജമാഅത്ത് 110 ശരി തന്നെ, ജമാഅത്തേക്ക് എത്തുന്നില്ല. എല്ലാത്തിനും ഒരു ടൈമുണ്ട്. അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു എല്ലാത്തിനും അജൽ ഉണ്ട്. അജൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡും ഉമ്മന്റെ പള്ളിയിൽ നിൽക്കാൻ ഒരു കുട്ടി കഴിയില്ല. വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാതിക്കും ലാ തഅലമൂന ഷൈഅ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്നോട് പറയും തങ്ങൾ ടൈമില്ലേ സയ്യിദ് KC റോഡ്? നിങ്ങൾ പറയും അവരോട് ടൈമായിട്ടില്ല. ടൈം ആകുമ്പോൾ കാല് മീതെ പോയിട്ട് തല താഴെ വന്നിട്ട് പ്രസവം നടക്കും. അത് പറഞ്ഞോളി. അൽഹംദുലില്ലാഹ് എനിക്ക് ധൈര്യം കിട്ടി. ഞാൻ പറഞ്ഞു അത് തല താഴോട്ട് വരാനും കാല് മീതാകാനുള്ള സമയമായിട്ടില്ല. ഞാൻ കുറച്ച് ഉഷാറാക്കി. നമുക്ക് കിട്ടിയ കുറച്ച് ഉഷാറാക്കുമല്ലോ, ഒരു ഭംഗിയാക്കുമല്ലോ. കുറച്ചെല്ലാം കൂട്ടിയിട്ട് പറഞ്ഞ് അത് ആയിട്ടില്ല, അതിൻ്റെ അത് താഴത്തേക്ക് വരും. അങ്ങനെ കാല് മീതൊക്കെ പോയിട്ട് ആ സമയമാകുമ്പോൾ തല താഴത്തേക്ക് വന്നിട്ട് പ്രസവിക്കും. നോക്കി. അപ്പോൾ ഈ സാധാരണക്കാർക്ക് അത് എന്താണ്? ഈ സാധാരണക്കാരുടെ മുണ്ടാ തുടങ്ങി കുടിക്കണ്ടേ ഞമ്മ. അപ്പം എൻ്റെ ചോദിക്കുന്നത് അത് എത്ര ടൈമിൽ വരും ഉസ്താദ്? എന്താ ഞാൻ കുടുങ്ങിയില്ലേ? ടൈം ചോദിക്കുന്നത് എന്നോട്. ഞാനിപ്പോൾ ഇങ്ങനെ മണിക്കൂർ 4 മണിക്കൂർ ഞാൻ എന്നിട്ട് പറയണ്ടേ? ഞാൻ ആ കയ്യിലേക്കാൾ കിടക്കാറ്.
ഞാൻ അല്ല സാറേ എത്ര ടൈമിൽ നിന്ന് ഡോക്ടർ ചോദിക്കുന്നു, ഡോക്ടർമാർ ചോദിക്കും ഓർക്കിനെ മുറിക്കണം, എത്ര ടൈം പറയണോ സാർ? തങ്ങളെ വിളിക്കാൻ എനിക്ക് പേടി, എത്ര ടൈമെന്ന് ചോദിക്കുന്നിട്ട് ഞാൻ തങ്ങളെ വിളിച്ച് കേട്ടാൽ എനിക്ക് പറച്ചൽ കിട്ടും അങ്ങനെ. അപ്പോൾ മഗ്‌രിബിൻ്റെ ശേഷമാണ് ചോദിക്കുന്നത്, ഒരു 6, അപ്പോൾ ഒരു 6:30 മണിക്ക് എന്തോ മഗ്‌രിബ്. അപ്പോൾ ഞാൻ പിന്നെന്താ എന്ത് പറയണത് വൃത്തിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾ ഏശാ വരെ കാക്കി പറഞ്ഞ് ഇശാ വരെ കാക്കി ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇശ കഴിഞ്ഞിട്ട് പ്രസംഗിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേഷൻ ആക്കാൻ വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്നത്, അതും ഞാൻ പറയണം, ടൈമും ഞാൻ പറയണം, ഒപ്പിട്ട് കൊടുക്കാൻ സമ്മതം കൊടുക്കാം. പറഞ്ഞു അതിപ്പോൾ നിങ്ങൾ യശാമ്പക്ക് പ്രസവിച്ചിട്ടില്ലെങ്കിലല്ലേ, തങ്ങ പറഞ്ഞല്ലോ ടൈമാവും പ്രസവിക്കുന്നു. ഇപ്പോൾ യശാക്കിന് 1.5 മണിക്കൂറുണ്ടല്ലോ, നിങ്ങൾ അത് ചോദിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് ഓപ്പറേഷൻ ഒപ്പിട്ട് വിടുകയാണ് തിരക്ക്, കുട്ടി പ്രസവിക്കാണ് തിരക്ക്, കുറച്ച് ജോറാക്കി പേടിപ്പിച്ച്. പിന്നെ വേറെ നിവൃത്തിയില്ല, ഞാൻ കുടുങ്ങുന്നതിനുള്ളിൽ എടുത്ത പണിയാണ്. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട തങ്ങൾ ആ പറഞ്ഞതനുസരിച്ച് കണക്കാക്കിയ സമയം ഇശാ ബാങ്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് അവർ വിളിക്കുന്നു. വിളിച്ചിട്ട് പറയുന്നു സുഖപ്രസവം. ഉടനെ തങ്ങളെ ഞാൻ വിളിച്ചു. തങ്ങ ഫോണിൽ ചോദിച്ച് പ്രസവിച്ചെന്ന് പറയാനായിട്ടുണ്ടാവും അല്ലേ, അതിൽ തങ്ങൾക്കും എല്ലാവർക്കും ഒരു ഹക്കുമില്ല. അതല്ല അള്ളാഹിൻ്റെ ടൈം, അള്ളാഹിൻ്റെ കണക്കാക്കിയ ടൈമിന് പ്രസവിച്ചാണ്. തങ്ങളും അതിൽ ഹക്കില്ല, നിങ്ങൾക്ക് മൊയിലാർക്കും ഹക്കില്ല, നമ്മൾ രണ്ടാൾക്കും അതിലൊരു ഹക്കുമില്ല. അങ്ങനെ ബഹ്റൈനിൽ പോയിട്ട് ബഹ്റൈൻ ഇതിപ്പോൾ ഞാൻ നേരിട്ട് കണ്ടതാ, ഞാൻ പറയാം അനുഭവത്തിലാണ്. ഞാൻ ആരെ കേട്ട കറാമത്ത് പറയാൻ എനിക്ക് പേടിയാണ്. നാളെ ഒരു മറ്റു കേട്ടങ്ക ഈരടെ വെളുത്തങ്കടിയിലാടെ ഒരു കറാമത്ത് പറഞ്ഞത് പിറ്റേന്ന് മതി കേട്ടല്ല, നിങ്ങൾ അത് തെളിയിക്കണോ? കേടം തെളിയിക്കുന്നായിരുന്നു. ഞാൻ കണ്ട എനിക്ക് പറയാം, എന്നാൽ ഏത് ശൈത്താനോ ജിന്നോ ഇൻസോ ആര് വന്നാലും ഞാൻ പറയും. ഒരു ശൈത്താൻ ചോദിക്കാൻ വന്നിട്ടില്ല, വരിയില്ല, അത്രയും ഉറപ്പുള്ളതേ പറയുള്ളൂ. ഞങ്ങൾക്ക് അതിൻ്റെ പേരിലൊന്നും കിട്ടാനൊന്നുമില്ല. അവർ പൊരുത്തവും കുരുത്തവും അല്ലാണ്ട് വേറെന്തെങ്കിലും ഭൗതികമായ ലാഭത്തിന് വേണ്ടിയോ ക്യാഷിന് വേണ്ടിയിട്ടോ കള്ളക്കറാമത്ത് പറഞ്ഞിട്ട് ആരെങ്കിലും കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ജീവിക്കാൻ അല്ലാഹു റബ്ബ് കണക്കാക്കി തന്ന റിസ്ക് തന്നുകൊണ്ടേയുണ്ട്. അത് കഴിയുമ്പോൾ അല്ലാഹു തആല റബ്ബ് നമ്മളെല്ലാവരും ഈമാനോട് കൂടി സലാമത്താക്കി തരട്ടെ. അതിൽ പേടിക്കാനൊന്നുമില്ല. നമുക്ക് കറാമത്ത് പറഞ്ഞ് ജീവിക്കേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞിട്ട് ഭക്ഷണം തേടുന്ന പരിപാടിയില്ല, കാശുണ്ടാക്കാൻ വേണ്ടിയല്ല. ഇരിക്കട്ടെ, ഞങ്ങളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടീനെ കൊണ്ട് അതേ വീട്ടുകാരനായ ഉപ്പ വന്നിട്ട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ഈ മോന് സംസാരിക്കുന്നില്ല, ഒന്ന് തങ്ങളോട് നിങ്ങൾ പറയണം. ആയിക്കോട്ടെ. ഇങ്ങനെ ഞാൻ തങ്ങളെടുത്ത് കുട്ടീനെ എൻ്റെ അപ്പുറത്ത് തന്നെ ഇരിക്കുന്നു, ഇങ്ങനെ കാണിച്ചു. എന്ത് ഹസീറോടൊക്കെ എന്ത് ഈ കുട്ടി സംസാരിക്കുന്നില്ലല്ലോ, നിങ്ങളെ വിഷയം പറയുന്നില്ല, സംസാര ശക്തി ഇല്ല പോലും, 4 വയസ്സായി. മൂപ്പർക്കെല്ലാം അങ്ങനെ തന്നെ ഒരു തമാശ. സംസാരിച്ചിട്ട് ഇപ്പം ഞാനൊന്ന് നിങ്ങളും സംസാരിപ്പിക്കുന്ന ആരി അല്ലാ. അത് ടൈം ആകുമ്പോൾ അല്ല സംസാരിപ്പിക്കും, ടൈമായിട്ടില്ല അയാളോട് പറയും ടൈം ആയിട്ടില്ല. അയാൾ എന്താകും, എത്ര ആഫാരിൽ ചോറെല്ലാം കൊടുത്തിട്ട് അയാൾ തങ്ങളെ വെക്കുന്ന ഒരു ബാക്ക് കിട്ടാൻ വേണ്ടി സംസാരിക്കും, അല്ലെങ്കിൽ കുറച്ച് കാക്കി എന്തെങ്കിലും കിട്ടുമെന്നിട്ടാണ് കാക്കുന്നത്. അങ്ങനെയല്ല എൻ്റെ സ്വഭാവം. അപ്പം ഞാൻ പറയും തങ്ങൾ അത് പറയാൻ കഴിയില്ല. പിന്നെ ഏത് പറയും, പിന്നെ എന്തിനാ പറയുന്നത്? നിങ്ങൾ തങ്ങ സംസാരിപ്പിക്കുന്ന അല്ലെങ്കിൽ കേസിയോട് സംസാരിപ്പിക്കുന്ന എന്തിനാ നിങ്ങൾ പറയും? ഇതന്നെ, വേറെ മാറ്റി പറയാനൊന്നുമില്ല. ടൈം ആകുമ്പോൾ സംസാരിക്കും, ടൈം ആയിട്ടില്ല. ടൈം ആയില്ലെങ്കിൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ആട്ടേയും അള്ള കണക്കാക്കിയ ടൈം എന്നൊരു അപ്പുറം പോലെ ഇപ്പുറം പോകില്ല. അതിന് മുമ്പ് ആരെ കൊണ്ട് സംസാരിപ്പിക്കാനും കഴിയില്ല. നിങ്ങൾ പറഞ്ഞോളി സമയമായിട്ടില്ല, സമയമാകുമ്പോൾ സംസാരിക്കും. ഞാൻ അയാൾ കുറച്ച് നന്നാക്കിയിട്ട് പറഞ്ഞു, തങ്ങ പറഞ്ഞിനി ഇൻഷാ അല്ലാഹ് സംസാരിക്കും, കണക്കാക്കിയൊരു സമയമല്ലോ ഇങ്ങനെ കുറച്ച് അതിൻ്റെ ഒരു മട്ടാക്കിയിട്ട് കൊടുത്ത് ബേജാറാക്കി അയാൾ. അപ്പോൾ തങ്ങ ഇപ്പോൾ അങ്ങനൊന്നും തങ്ങ പറയലില്ല. നിങ്ങളും ദ്വാരക്ക് ഞാനും ദ്വാരക്കാന്ന് പറഞ്ഞു. നിങ്ങളെ കുട്ടീൻ്റെ സംസാരത്തിന് നിങ്ങളെ ദ്വായാണ് ഏറ്റവും നല്ലത്. ഞാൻ വന്നിട്ട് ഇന്ന് പോയെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല, കുട്ടീനെ അറിയില്ല. നിങ്ങൾ നല്ലോണം ദ്വാരക്ക്, ഞാനും ദ്വാരക്ക്. അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പരിപാടിക്ക് പോയി. സുബ്ഹാനല്ലാഹ്, പരിപാടിക്ക് പോയി
സ്വാഗതം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ സ്വാഗതം പറയും, ACF-ൻ്റെ ഒരാൾ. അപ്പോൾ ഈ കുട്ടിനെ കൊണ്ട് ഇയാൾ സ്റ്റേജിലേക്ക് വരും. അല്ലാഹു സാക്ഷി, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, സഹോദരന്മാരെ, ആ കുട്ടിനെ കൊണ്ട് വന്നിട്ട് അയാൾ കരയുന്നു. ആൾക്കെന്തോ പറയണം, ആളിങ്ങനെ പൊട്ടുന്നു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും സംഭവിച്ചോ. എന്നിട്ട് എന്നോട് അയാൾ പറഞ്ഞു, ഉസ്താദ്, എൻ്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ മകൻ സംസാരിക്കാൻ തുടങ്ങി. ഞാനും വല്ലാത്ത നിലക്ക് ഞാനും ഞെട്ടിപ്പോയി. ഉസ്താദ്, എൻ്റെ മോനിക്ക് സലാം പറയും. ഞാൻ പറഞ്ഞു, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാ കുട്ടി സലാം മടക്കി. കുട്ടീൻ്റെ പേര് ചോദിച്ചു, കുട്ടി പേര് പറഞ്ഞു. അയാൾ അത് കേട്ടിട്ട് അവിടെ ഇരുന്ന് കരയാണ്. ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളെടുത്ത് മെല്ലെ ഇപ്പുറം ഒന്നിച്ചിട്ടിരിക്കുകയാണ്. മൂപ്പര് മുമ്പിൽ സീറ്റ്, അങ്ങനത്തെ പരിപാടി തന്നെ ഇല്ല, ഒന്നിച്ചിട്ടിരിക്കും. ഞാൻ മെല്ലെ പറഞ്ഞു തങ്ങളോട്, നേരത്തെ നമ്മൾ ഭക്ഷണം കഴിച്ച ആ വീട്ടിലെ കുട്ടി സംസാരിച്ചു. ഞാൻ ആ കുട്ടിക്ക് സലാം പറഞ്ഞു, സലാം മടക്കി. തങ്ങളൊന്ന് ആ കുട്ടി സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ പറഞ്ഞു, ചിരിച്ചിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം സംസാരിച്ചില്ലേ? ആ. അപ്പോൾ തങ്ങൾ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ആയി പോയിക്കോ മോനെ എന്ന് പറഞ്ഞു. ഉടനെ എന്നോട് പറഞ്ഞു, കേസീറോട്, ഇതിൽ എനിക്കും നിങ്ങൾക്കും ഒന്നും ഇല്ല. അതാണ് മഹത്തുക്കള്, അതാണ് മഹാന്മാർ. എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നുമില്ല. ഇതൊന്നിൻ്റെ ആള് ഞാനും നിങ്ങളുമല്ല, അള്ളാഹുവാണ്. അള്ളാഹു കണക്കാക്കിയ സമയത്ത് അള്ളാഹു തആല ആ കുട്ടിക്ക് സംസാര ശക്തി കൊടുത്തു. എനിക്കും നിങ്ങൾക്കും ഇതിലൊന്നും അവകാശപ്പെടാനില്ല, എൻ്റെതും നിങ്ങളതൊന്നും ഇതിലില്ല. അങ്ങനെ തന്നെ പിന്നെയും പറയുന്നു. നോക്കൂ നിങ്ങൾ, ഇത് ഞാൻ പറഞ്ഞിട്ട് അല്പസമയം കൊണ്ട് നടന്നില്ലേ, അല്ല ഞാൻ ഇടപെട്ടപ്പോൾ നടന്നില്ലേ? ഇങ്ങനത്തെ എത്ര എൻ്റെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നല്ല പറയുന്നത്. എനിക്ക് നമുക്കൊന്നുമില്ല. ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് സീരിയസായ കേസുകൾ. ഇപ്പൊ തന്നെ ആശുപത്രിയിൽ നിന്ന് ഐസിയുവിൽ നിന്ന് മരിച്ചു പോകും എന്ന് പറഞ്ഞ സംഭവങ്ങൾ വരെ എന്നെ വിളിച്ചു, ഞാൻ തങ്ങൾക്ക് വിളിക്കും. ഒരുപാട് ആളുകൾ. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഉമ്മമാരെ, ഇങ്ങനെ ഏത് സമയത്തും നമുക്ക് വിളിക്കാനും ബന്ധപ്പെടാനും പറയാനും നേരത്തെ VS ഉസ്താദ് പറഞ്ഞില്ലേ? കാണാൻ കൊണ്ട് തങ്ങളെ അങ്ങോട്ട് വരണ്ട, ഞാൻ ഇന്ന് കാസർഗോഡ് വരുന്നുണ്ട്, നീ അവിടെ പെർളത്ത് നിന്നോ, നീ ബജിടുക്കത്ത് നിന്നോ, നീ ചെർക്കളത്ത് നിന്നോ, നീ ദേവിന്റയിൽ നിന്നോ, ഞാൻ മുട്ടത്ത് മഖ്ദൂമിയയിൽ വരുന്നുണ്ട്, നീ ആടെ ശരിയായി ആലത്തിൻ്റെ അടുത്ത് നിന്നോ, അല്ലെങ്കിൽ മുട്ടത്ത് തിരിഞ്ഞെടുത്ത് ബന്ദിയോട് ജംഗ്ഷനിൽ നിന്നോ, ഞാൻ മുട്ടത്ത് മഖ്ദൂമിയയിൽ വരുന്നുണ്ട്, അവിടെ ഞാൻ റൂമിലുണ്ടാകും, എന്നിട്ട് അസനിക്ക് ഫോണാക്കിയിട്ട് ചോദിച്ചിട്ട് വന്നാൽ മതി. ഇങ്ങനത്തെ വലക്ക പൊണ്ണാക്കിൻ്റെ സംസാരമില്ല. നീ ബന്ദിയോട് നിന്നോ, നീ മള്ളങ്കയിൽ നിന്നോ, അവിടെ നിൽക്കും ഒരാൾ, വേറെ ഈ നിൽക്കുന്ന കൂറത്തങ്ങൾ ഈ വൈക്ക് വരുന്നത്, അപ്പം ഞാൻ നിൽക്കട്ടെ അങ്ങനെ നോക്കുമ്പോൾ അവിടെ 10-25 ആള്. എന്തേ എൻ്റെ ഈ കുട്ടി കഴിഞ്ഞില്ല? യാസീൻ ഓതി. ഞാൻ മനസ്സിലാക്കുന്നത്, അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. ബഹുമാനപ്പെട്ട കൂറത്തങ്ങൾ വഫാത്താതിന് ശേഷം ബദരീങ്ങൾക്ക് കിട്ടുന്ന ആയിരക്കണക്ക് ലക്ഷക്കണക്കിൽ യാസീൻ അങ്ങനെ ഒരു യാസീൻ ബദരീങ്ങളെ പേരിൽ ഓദിക്കുന്ന ഒരു തങ്ങളും മൊയിലാരെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് മുമ്പ് കണ്ടിട്ടു. എനിക്ക് യാസീൻ ഇങ്ങനെയുണ്ട്. അതിങ്ങനെ ഒരു ഹദീസ് ഉണ്ടല്ലോ, സലാം ഉസ്താദ്, മാവു സംസം അലിമാശുരി വരുന്ന സൂറത്ത് യാസീൻ എന്ന ആ ഹദീസ് പിന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ രണ്ട് നിലത്ത് നോക്കുമ്പോൾ തങ്ങൾക്കൊരു നേരത്തെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തിനി എല്ലാത്തിനും യാസീന് പറ്റുമെന്ന്. ഒരാള് പിന്നെ ആസ്പത്രി ഇങ്ങനെ ഭാര്യനെ പ്രസവിക്കും കൊണ്ട് തങ്ങളെ വിളിച്ചു പോയി. തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു പോലെ ഇങ്ങനെ കാണും സംഭവം പ്രസവിക്കും. അപ്പോൾ പറഞ്ഞു പോലും പിന്നെ ബദരീങ്ങളെ പേരിൽ 40 യാസീൻ ഒഴിക്കോ, പ്രസവം ഇപ്പോൾ നടക്കേണ്ടത് നിങ്ങൾക്ക് തലക്കൊയില്ല. അപ്പോൾ ഈ മനുഷ്യന്മാർ നമ്മളെ പോലത്തെ മനുഷ്യന്മാരില്ലേ, അവർ അല്ല തങ്ങളെ എൻ്റെ ഭാര്യ ഇപ്പോൾ പ്രസവിക്കേണ്ടത് 40 കഴിഞ്ഞിട്ടല്ല തങ്ങളെ.
40 കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ പ്രസവിക്കേണ്ടത്. അങ്ങനെയാ, എന്നാ പിന്നെ നീ സൗകര്യം പോലെ നിന്റെ സൗകര്യം പോലെ പ്രസവിച്ച് കിട്ടും. അല്ല തങ്ങളെ നീ പ്രസവം എപ്പോ കണക്ക് അത് നടന്നോട്ടെ, 40 കാലം ബദരീങ്ങൾ വേണ്ടി യാസീനോട് ഹദിയ ചെയ്തോ. അങ്ങനെ പറഞ്ഞു ഒരു യാസീൻ ഓരുമ്പോ തന്നെ പ്രസവം നടന്നു. പക്ഷെ യാസീനും ബദരീങ്ങളെ പേര് 40 തന്നെ നീ ഒരു തീർക്കണം. ഇങ്ങനെ മഹാന്മാരായ ബദരീകളെ വല്ലാത്ത പിടുത്തം പിടിച്ച ഈ യാസീൻ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിന്റെ യഥാർത്ഥ അതിന്റെ ഫലം മനസ്സിലാക്കി ബഹുമാനപ്പെട്ട തങ്ങൾ ആരോട് പറഞ്ഞിട്ടുണ്ടോ